ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ബലിപീഠത്തോട് നിങ്ങൾ എല്ലാ ദിവസവും ചേർന്നിരുന്നാൽ, എല്ലാ ദിവസവും ബലിയർപ്പിച്ചാൽ, ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരച്ഛൻ പറയാണ്, നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ കടവും നിങ്ങളുടെ രോഗവും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ ഒറ്റപ്പെടലുകളും നിങ്ങളുടെ കണ്ണുനീരുകളൊക്കെ ഈശോ ഇങ്ങനെ ടിക് ടിക് എന്നെടുത്ത് മാറ്റും. ബലിപീഠത്തോട് ചേർക്കുക. ബാക്കി ഓട്ടമൊക്കെ നിർത്തി ബലിപീഠത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരുത്തൻ ഒരു തെറ്റ് ചെയ്താൽ, അതികഠിനമായിട്ടൊരു പാപം ചെയ്താൽ, അവൻ ഓടി ഈ ബലിപീഠത്തിന്റെ വളർകോണുകളിൽ പിടിച്ചാൽ, പിന്നെ അവൻ തെറ്റ് ചെയ്താൽ പോലും അവന് ദൈവിക സംരക്ഷണം കൊടുക്കുകയാണ്, അവനെ തുടരുന്നതാണ് പറഞ്ഞേക്കണേ. പഴയ നിയമത്തിന്റെ വളരെ കാർക്കശ്യമായ ഒരു എഴുത്താണത്. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ബലിപീഠം നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ എവിടെ വേണേലും ഓടി ബലിപീഠത്തിന്റെ അടുത്തേക്ക് എല്ലാം. ബലിയർപ്പണം നടത്തുന്ന ഒരുത്തന്റെ ജീവിതം കർത്താവ് സമൃദ്ധമാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പിന്നെ ഈ ഓൺലൈനിലൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഇമെയിലുകളൊക്കെ ആയിട്ട് ഒത്തിരി പ്രാർത്ഥനാ നിയമങ്ങൾ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലുള്ള ചെറുപ്പക്കാർ യുവജനങ്ങളുടെ ഇടയിലൊക്കെ കുറച്ചുകൂടെ അവരോട് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഈശോ അനുവാദവും അനുഗ്രഹവും ഒക്കെ തന്നിട്ടുള്ളതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഒത്തിരി നിയമങ്ങളൊക്കെ പറയുമ്പോൾ വായിക്കാറുണ്ട്. അവരെഴുതി തരുന്നതൊക്കെ വായിക്കും. അപ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ചിലപ്പോൾ ജോലിയായിട്ട് സംബന്ധിച്ച് അവരുടെ ചില ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ കടബാധ്യതകൾ, ചെന്നത്തെ ദേശത്ത്, നാട്ടിലുള്ളവരല്ല, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിൽ പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ടുള്ള പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ, യുവജനങ്ങളൊക്കെ പറയാറുണ്ട് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളോ അവരുടെ പേഴ്സണൽ ക്രൈസിസുകൾ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ആൾക്കാരൊരു സങ്കടം പറയുമ്പോഴത്തേനും സന്തോഷം തോന്നാൻ പാടില്ല. അവർക്ക് വേണ്ടി സങ്കടത്തോടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. പക്ഷെ എനിക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നില്ല, ഭക്തിയില്ല, വിശ്വാസമില്ല എന്നൊക്കെ നമ്മൾ സങ്കടപ്പെടുന്ന ഒരു സമയത്ത്, അപ്പുറത്തെ സൈഡിൽ കർത്താവ് തീ പോലെ കർത്താവിൻ്റെ ബലിപീഠത്തിന് വേണ്ടി കൊതിക്കുന്ന മക്കളെ അഭിഷേകം ചെയ്ത് ഉണർത്താണ്. പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ കുറേ മക്കൾ അവർ പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയില്ല. സങ്കടം പറയാണ്, ഞങ്ങളുടെ അടുത്തൊരു പള്ളിയില്ല, ഞായറാഴ്ച ബലിയർപ്പിക്കാൻ പോകാൻ പറ്റുന്ന പോലും ഒരു അത്ര ദൂരത്തൊരു പള്ളിയില്ല. ഒത്തിരി രാജ്യങ്ങൾ നമുക്കിപ്പോൾ മുട്ടിന് പള്ളിയാണ്. എവിടെ പോയിട്ട് ബലിയർപ്പിക്കാം? ഉള്ള ബലിയർപ്പണത്തിൻ്റെ വഴി വഴക്കുണ്ടാക്കാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. അവിടെ പോയി അടിയുണ്ടാക്കി, ഇനി അപ്പുറത്ത് പോയി അടിയുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത ആഴ്ച എവിടെ പോയി അടിയുണ്ടാക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടി തീ പൊള്ളും. അത് ഈ ജനത കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. കാരണം ഇത്രയധികം ബലിയർപ്പിക്കപ്പെട്ട ഒരു സ്ഥലം, ഇത്രയധികം പുരോഹിതന്മാരെ സൃഷ്ടിച്ച ഒരു സ്ഥലം, ഇത്രയധികം ധ്യാന കേന്ദ്രങ്ങളും വചന ശുശ്രൂഷകളും, ഇത്രയധികം വിശുദ്ധ കുർബാനയെ കുറിച്ച് കേട്ട വേറെ ഏത് ശ്രേഷ്ഠ ജനതയുണ്ട്? നമ്മൾ പൊള്ളും. കുർബാനയുടെ വില ഇത്രയധികം കേട്ട് മനസ്സിലാക്കിയ ആയിരക്കണക്കിന് പ്രബന്ധങ്ങൾ എഴുതി, ആയിരക്കണക്കിന് ഡോക്ടറൽ തീസിസുകൾ പബ്ലിഷ് ചെയ്ത ഒരു നാടാണിത്. 145ഓളം ധ്യാന കേന്ദ്രങ്ങളുള്ള ഒരു നാടാണിത്. എന്നിട്ടും ഈ തീയുടെ, ഈ അഗ്നിയുടെ വില അറിയാതെ നടന്ന ജനം പൊള്ളലറിയും. കൊതിക്കാണ് പുറം നാട്ടിൽ ചില കുഞ്ഞുങ്ങൾ, അച്ഛാ ഒരു കുർബാന ഞങ്ങൾക്ക് അർപ്പിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സങ്കടം പിടികിട്ടത്തില്ല. ഞാൻ സന്തോഷത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ സങ്കടത്തിൽ അവർക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. കർത്താവേ, ഇങ്ങനെ ഒരു തലമുറ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ സഭ തീർന്നു പോകത്തില്ല, നമ്മുടെ സഭയുടെ തീ കെട്ടുപോകത്തില്ല. കാരണം ഒരു ജനത ഇങ്ങനെ, ഒരു യുവജനത അങ്ങനെ വളരുന്നുണ്ട്. തിരുസഭയെ മുന്നോട്ട് നയിക്കാൻ തീ പിടിച്ച ഒരു ജനത അപ്പുറത്തെ സൈഡിൽ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, അതുകൊണ്ട് എന്ത് സങ്കടമായിട്ട് നിങ്ങളുടെ നിരാശകൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ഭയങ്ങൾ, ഈ അഗ്നിയുടെ ഈ ബലിപീഠത്തിൽ നിന്ന് കിട്ടുന്ന ചൂടോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. ആ ചൂടിൽ എല്ലാം ഉരുകി ഒലിക്കും, എല്ലാ കണ്ണുനീരുകളും വറ്റിപ്പോകും, എല്ലാ സങ്കടങ്ങളുടെയും വാതിലുകൾ കർത്താവിന്റെ ഈ ബലിപീഠത്തിന്റെ ചൂടിൽ ഉരുകി ഒലിച്ച് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ചിന്തിക്കുക, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് അറിയുകയും ചെയ്യാം. വിശുദ്ധ കുർബാനയെ കുറിച്ച് എന്തോരം നമ്മൾ കേട്ടിട്ടുള്ള ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് നല്ല എങ്ങോട്ട്, ഉള്ളിലോട്ട് ഇറങ്ങി വരുന്നത്. ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുകയാണ് നമ്മൾ. ഇനി വേറെ എന്ത് അടയാളമാണ് കർത്താവിനോട് ചോദിക്കേണ്ടത്? കർത്താവെ അടയാളം കാണിക്കുക, കർത്താവെ പ്രവർത്തിക്കുക, നീ ഇവിടെ തന്നെ ഉണ്ടോ? വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക. അത് വിശ്വസിക്കാതിരിക്കുന്നതാണ് ഈ നാടിനും ഈ ദേശത്തിനും നമ്മുടെ കൂട്ടായ്മകൾക്കും പറ്റിയ ഏറ്റവും വലിയ അപജയം. ഇത്രയും കർത്താവ് അടുത്തിറങ്ങി വന്നിട്ട്, നിയമാവർത്തനം 4:7 മുമ്പേ നമ്മൾ പറഞ്ഞു, ദൈവം ഇത്ര അടുത്തിറങ്ങി വന്ന് ഇങ്ങനെ ഒരു ശ്രേഷ്ഠ ജനതയാക്കി നമ്മളെ മാറ്റിയിട്ടും എന്നിട്ടും നമ്മൾ ആ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നില്ല. ഒരു സൈഡ് ബിസിനസ് ആയിട്ട്, ഒരു ചുമ്മാ ഏതോ ഒരു പ്രാർത്ഥന രീതി പോലെ വിശുദ്ധ കുർബാനയെ മാറ്റി നിർത്തുന്ന ഒരു ജനം
പൊള്ളൽ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ജീവനുള്ള കർത്താവ് ഇറങ്ങി വരുന്ന ആലയങ്ങളിൽ നിന്ന് ആ ജീവനുള്ള ആരാധനകൾ അവിടെ നടന്നില്ലെങ്കിൽ അത് മ്യൂസിയങ്ങളായി പോകും. നമ്മുടെ പുണ്യപിതാവ് വലിയ ചിന്തകനായ വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുള്ള ഉടനെ പ്രഖ്യാപിക്കുന്നതാണ്. എൻ്റെ പ്രാർത്ഥന ആഗ്രഹവും നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞാണ്, ദ ലൈഫ്ലെസ് ചർച്ച് ഈസ് എ മ്യൂസിയം. ആൾക്കാർ കയറും, കാണും, ഇറങ്ങിപ്പോകും. ചിലപ്പോ പൈസ ഇടും കയറാൻ, നമ്മളതിനെ സംഭാവന എന്നോ സ്തോത്ര കാഴ്ചയെന്നോ ദശാംശം എന്നൊക്കെ വിളിക്കേണ്ടി വരുമെന്ന് പാപ്പ ഇങ്ങനെ ഒരു കാലത്തിനതീതമായ ഒരു പ്രവചനം പോലെ പറയുകയാണ്. ദ ലൈഫ്ലെസ് ചർച്ച് ഈസ് എ മ്യൂസിയം. പീപ്പിൾ കം, എൻ്റർ, ഗോ. ജീവനില്ലാത്ത ദേവാലയം മ്യൂസിയം പോലെയാണ്. ആളുകൾ വരും, കേറും, കാണും, ഇറങ്ങിപ്പോകും. നമ്മുടെ പള്ളികൾ, നമ്മുടെ ആരാധനാലയങ്ങൾ പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അത് വെറും ഒരു കാഴ്ച സ്ഥലം പോലെ, ഒരു മ്യൂസിയം പോലെ ജീവനില്ലാത്ത കെട്ടിടങ്ങളായിട്ട് മാറും. പാപ്പയുടെ ഒരു വാണിംഗ് ആണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ ജീവൻ ഉണ്ടാകണമെങ്കിൽ പാപ്പ പറയുന്ന ഒരു കാര്യമാണ്, നിത്യമായ ആരാധന നടക്കണം. നമ്മുടെ പള്ളിയിൽ 6:30 7 മണിക്ക് ഒരു പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ സാന്നിധ്യം ഒരിക്കൽ കൂടി ആ ബലിപീഠത്തിലേക്ക് വരികയാണ്. ഈശോ വന്ന് ഇറങ്ങി നിന്ന സ്ഥലമാണ്. അവിടെ ആ ബലി അർപ്പിക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമല്ല, അവിടെ നിങ്ങൾ ഒരുമിച്ച് ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ അവിടെ നിൽക്കുന്ന സമയം മാത്രമല്ല, ആ ദേവാലയത്തിൽ എപ്പോഴും ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്കൊരു സങ്കടം വന്നാൽ ഓടി ചെല്ലണം. നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു വിഷമം വന്ന ഓടിച്ചെല്ലാൻ ഒരു ധ്യാനഗുരു ഇല്ലാത്ത കാലം വരും. നിങ്ങളെ സഹായിക്കാൻ ഒരു കൗൺസിലർ ഇല്ലാത്ത കാലം വരും. നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാൾ ഇല്ലാത്ത സമയം വരും. ഇല്ലാതെ നിങ്ങളെ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഗുരു, നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ ഏക സത്യദൈവം ഇറങ്ങി നിൽക്കുന്ന ദേവാലയത്തെ മറന്ന് നിങ്ങൾ എങ്ങോട്ട് ഓടാനാണ്? പറഞ്ഞേ ഹല്ലേലൂയാ. എന്തു സങ്കടം വന്നാലും കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എന്ത് വിഷമങ്ങൾ, ഒരു പാപം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, വീട്ടിലൊരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നു, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇനി എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ആകെ കുഴഞ്ഞ് മറിഞ്ഞ് ചീഞ്ഞൊരു ജീവിതം. ഓടിപ്പോ ദേവാലയത്തിലേക്ക്. ബലിയർപ്പിക്കപ്പെട്ട ഒരു ദേവാലയത്തിൽ നിന്ന് കർത്താവ് ഒരിക്കലും ഇറങ്ങിപ്പോകത്തില്ല. ആരാധന നടക്കുന്ന ഒരു ദേവാലയം മ്യൂസിയം ആവത്തില്ല. ആരാധന നടക്കുന്ന ഒരു ആലയം കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ ജെറുസലേമായിട്ട് തിളങ്ങി വിളങ്ങി തന്നെ നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഓർത്തു വെക്കുക, അതിന്റെ സീരിയസ്നെസ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. നമ്മൾ പള്ളിയിലൊക്കെ പോയി, നമ്മളെ ദേവാലയങ്ങളിൽ പോയിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കാണിച്ചു കൂട്ടുന്നത് ആരുടെ നേരെ നമ്മൾ വിരൽ ചൂണ്ടണ്ട. അവർ ചെയ്തു, ഇവർ ചെയ്തു, ഇവരെന്നെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. വിരലുകൾ മുഴുവൻ നമ്മുടെ നേരെ ചൂണ്ടണം. ബലിയർപ്പണം നടക്കുന്ന ഒരു ആലയത്തിൽ നമ്മൾ കാണിച്ചു കൂട്ടിയത് വ്യക്തമായിട്ടും വ്യക്തിപരമായിട്ടും ഒരു ആത്മശോധന നടത്തണം. കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ, വഴക്കുകൾ, ആശയക്കുഴപ്പങ്ങൾ, ചർച്ചകൾ, ഇതൊന്നും നടക്കേണ്ട സ്ഥലമല്ല കർത്താവിന്റെ ബലിപീഠം. ആ ബലിപീഠത്തിൽ നിലനിൽക്കുന്ന ആലയം പറയുമ്പോൾ ഇത് ചൊറിയും മാന്തും എന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ ഇരുന്ന് ചൊറിഞ്ഞോ, സമയം കിട്ടുമ്പോൾ ഇരുന്ന് മാന്തിക്കോ. ഇത് നന്നായിട്ട് മനസ്സിലാക്ക്. കാലഘട്ടത്തെ ഈശോ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈശോ കാണിച്ച ഏറ്റവും വലിയ അടയാളത്തിലൂടെയാണ്. എന്നും നിൽക്കുന്ന ഒരു അടയാളം, ഇതിന് മുകളിൽ മറ്റൊരു അടയാളം കർത്താവിന് കാണിക്കാനില്ല. വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്ന ബലിപീഠത്തിന്റെ ചുറ്റും നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ദൈവജനമേ, ദൈവത്തിന്റെ പുരോഹിതന്മാരെ, നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന മലയിൽ ഒരു മൃഗം കാലുകുത്തിയാൽ ആ മൃഗത്തെ ചുട്ടുകൊല്ലണമെന്ന പഴയ നിയമത്തിന്റെ കാർക്കശ്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന ബലിപീഠത്തിന്റെ ചുറ്റും കിടന്ന് നമ്മൾ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ഞാൻ ശരി, നീ ശരി, അവര് തെറ്റ്, ഞാൻ കുറച്ചും കൂടെ വലിയ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തർക്കങ്ങളും ചർച്ചകളും മീറ്റിങ്ങുകളും നടത്തേണ്ട ഒരു സ്ഥലമല്ല ഇതെന്ന് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനം മുഴുവനായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലാക്കും. കർത്താവ് പൊള്ളിക്കും. തെരഞ്ഞെടുത്തൊരു ജനത്തെ നന്നായിട്ട് പൊള്ളിച്ച കർത്താവാണ്. അത്രയും വാഗ്ദാനം ചെയ്ത ഒരു ജനത്തെ പ്രവാസത്തിലേക്ക് കൈവിട്ട് കളഞ്ഞൊരു കർത്താവാണ്. ഇറങ്ങി വന്ന ദേവാലയത്തിൽ നിന്ന് മഹത്വം ഇറങ്ങിപ്പോയത് എസെക്കിയേലിലൂടെ കാണിച്ചു കൊടുത്തൊരു കർത്താവാണ്. പൊള്ളിക്കും. ഇത് സ്വരം കേക്ക്, ദൈവത്തിന്റെ സ്വരമായിട്ട് ഇത് കേക്ക്. ദേവാലയത്തോടുള്ള അവഗണന, ദേവാലയ കർമ്മങ്ങളോടുള്ള നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ, വിശുദ്ധ കുർബാനയോടുള്ള അനാദരവ്, അശ്രദ്ധയോടെയുള്ള ബലിയർപ്പണം, ബലി വേണ്ട രീതിയിൽ യോഗ്യതയോടെ അർപ്പിക്കാതിരുന്നതെല്ലാം ഈ പൊള്ളലിന് കാരണമാകും. ഇതായിരിക്കണം മറ്റൊരു ഭാഷ്യത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ സകല സങ്കടങ്ങൾക്കും വേദനകൾക്കും കാരണം ഈ വിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിച്ച അനാദരവാണ്. നിങ്ങളതൊന്ന് തിരുത്തി നോക്ക്. വീണ്ടും നന്നായിട്ടൊന്ന് ബലിയർപ്പിക്കാൻ ശ്രമിക്കുക.
കയറി ചെല്ലുന്നത് ആരാധന നടക്കുന്ന സ്ഥലമാണ്, കർത്താവ് ഇറങ്ങി വന്ന സ്ഥലമാണെന്ന ബോധത്തിൽ കർത്താവിൻ്റെ ബലിപീഠത്തിലോട് ചെല്ലുന്നത്. നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും കർത്താവ് മാറ്റിത്തരും. നിങ്ങൾ എങ്ങോട്ട് ഓടേണ്ടി വരില്ല, വർഷങ്ങൾ നീണ്ടു നിവർന്ന് ഓടേണ്ടി വരത്തില്ല, എവിടെയും പോയി എഴയേണ്ടി വരത്തില്ല. കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് നിങ്ങളെ തലയുയർത്തി പിടിച്ച് നിർത്തും. ആരാധനയ്ക്ക്, ബലിയർപ്പണത്തിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 105:4 ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിലെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. സങ്കീർത്തനം 105:4 കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. നിങ്ങൾ ഇന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോവാണ് മക്കളെ. നിങ്ങൾ ആയിരം സ്ഥലങ്ങളിലേക്ക് ഓടാതെ നിരന്തരം കർത്താവിൻ്റെ സാന്നിധ്യം ബലിപീഠത്തിലോട്ട് ചെല്ല്. വ്യക്തികളിലേക്കല്ല, ആളുകളിലേക്കല്ല, ഗുരുക്കന്മാരിലേക്കല്ല. അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ഒരു ധ്യാനകേന്ദ്രത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ പറയണത് അങ്ങോട്ടൊന്നും പോവരുതെന്നല്ല. നിങ്ങൾ പോവേണ്ടത് ആദ്യം, നിരന്തരം നിങ്ങൾ പോവേണ്ടത് നിങ്ങളുടെ കർത്താവിൻ്റെ ബലിപീഠത്തിങ്കിലേക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദാവീദ് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. സമയം കിട്ടുമ്പോൾ എടുത്ത് വായിച്ചു നോക്കണം. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം അതിന്റെ 15, 16, 17 അധ്യായങ്ങളാണ്. ദാവീദ് ഒരു വലിയ തീരുമാനം എടുക്കുന്നുണ്ട്. സാവൂൾ രാജാവായിരുന്ന സമയത്ത് വാഗ്ദാന പേടകത്തെക്കുറിച്ച് മറന്നുപോയി. ദാവീദ് രാജാവായ സമയത്ത് ആദ്യം എടുത്ത തീരുമാനം, നമുക്ക് കർത്താവിന്റെ വാഗ്ദാന പേടകം തിരിച്ചു കൊണ്ടുവരണം, ദൈവത്തിന്റെ ആരാധനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. രാജാവായപ്പോൾ ദാവീദ് എടുത്ത ആദ്യത്തെ തീരുമാനമാണ് വാഗ്ദാന പേടകം തിരിച്ചു കൊണ്ടുവരണം. സാവൂളിന്റെ കാലത്ത് നമ്മളത് മറന്നുപോയി. ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കണം, ആരാധനയ്ക്ക് കൊടുക്കണം. അങ്ങനെ ദാവീദ് വലിയ അകമ്പടിയോടുകൂടി, പ്രാർത്ഥനകളോടുകൂടി, വാദ്യഘോഷങ്ങളോടുകൂടി ദൈവത്തിന്റെ പേടകത്തെ ജെറുസലേമിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ ആ ദേശത്തേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിട്ട് ദാവീദ് പുരോഹിതന്മാരെ നിയോഗിക്കും, പാട്ടുകാരെ നിയോഗിക്കും, കാഹളമൂത്തുകാരെ, സെക്യൂരിറ്റിയെ എല്ലാം നിയോഗിക്കും. ദൈവത്തിന്റെ പേടകത്തിന് കാവൽ നിൽക്കാൻ, ആരാധന നടത്താൻ. 16-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിരന്തരം ബലിയർപ്പിക്കാൻ, രാവിലെയും വൈകിട്ടും ദഹനബലി അർപ്പിക്കാൻ അവൻ പുരോഹിതന്മാരെ നിയോഗിച്ചു. അവിടുത്തെ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശുശ്രൂഷകരെ നിയോഗിച്ചു. എന്ന് വെച്ചാൽ ദാവീദിന് ഒറ്റ തീരുമാനമായിരുന്നു, എന്നെ ഇതുവരെ നയിച്ച കർത്താവിന്റെ മുമ്പിൽ നിരന്തരം ആരാധന നടക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനം എടുത്ത ദാവീദിന് കിട്ടിയ അനുഗ്രഹം എന്താണെന്നറിയോ? 1 ദിനവൃത്താന്തം 17:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിന്റെ അടുത്ത് വന്നിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയും, ദാവീദേ, നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, കർത്താവ് നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ആരാധനയ്ക്ക് നിൽക്കുന്നവന്റെ കൂടെ കർത്താവ് ഉണ്ടാവും. ബലിപീഠത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, കർത്തൃ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ബലിയർപ്പണത്തിനും നിത്യാരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരുവന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം, അവൻ ഒറ്റയ്ക്കായി പോവത്തില്ല, കർത്താവ് അവന്റെ കൂടെ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. തുടക്കത്തിൽ പറഞ്ഞു യെശയ്യാ 43, യാക്കോബേ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. അത് പറയുന്നത് അവിടെ പോയ യാക്കോബിനെ, ഇവിടെ പോയ യാക്കോബിനെ അല്ല, ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന, ആരാധിക്കുന്ന, നിത്യം ആരാധന മനോഭാവത്തോടെ നിൽക്കുന്ന ഒരാൾക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനാണ്, നീ ഒറ്റയ്ക്കായി പോവില്ല, യു വിൽ നെവർ ബി അലോൺ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ഒറ്റപ്പെടൽ, നമ്മുടെ ഏകാന്തത, നമ്മുടെ അബാൻഡൻമെന്റ്, ഞാൻ ഒറ്റയ്ക്കായി പോയി ചതിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ പറ്റിച്ചു, എൻ്റെ ചങ്ക് കീറി മുറിച്ചു, ഞാൻ വേദനിക്കുകയാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ആകെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മക്കളെ, അങ്ങനെ ഒരു സങ്കടത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോവാണേ അച്ഛൻ നിങ്ങളോട് പറയട്ടെ, ഈശോയുടെ ബലി ഇന്നും കൂടെ അർപ്പിച്ച ഒരു പുരോഹിതൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കായി പോകത്തില്ല. ഈശോയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും, പരിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും. യു വിൽ നെവർ ബി അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കായി പോകത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്കായി പോകത്തില്ല. കർത്താവ് വാഗ്ദാനം ചെയ്ത അതാണ്. യോഹന്നാൻ 6:36 56 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയേ. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. യു വിൽ നെവർ വാക്ക് അലോൺ. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നിനക്കുള്ള ഏറ്റവും വലിയ ബോധ്യം, നീ ഒറ്റയ്ക്കായി പോകത്തില്ല. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ, നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ദിവികാരുണ്യ സാന്നിധ്യമായി ഈശോ ജീവിക്കുന്ന ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. വചനം മനസ്സിലുണ്ടായിരിക്കണം. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം
നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ കയ്യിലേക്കാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ കൊടുക്കുക. അൽത്താരിൽ വെച്ചിരിക്കുന്ന കുറച്ച് കടലാസ് കഷ്ണങ്ങളിലേക്കല്ല, ഈശോയുടെ ഹൃദയത്തിലേക്ക് തന്നെയാണ് നിയോഗങ്ങൾ കൊടുത്തേക്കുന്നത്. ആ ഉറപ്പോടെ ഈശോ എനിക്ക് സാധിച്ചു തരും എന്നല്ല, എനിക്കിത് തന്നു കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ നന്ദി പറഞ്ഞ് ആരാധിക്കണം. ദൈവത്തിൻ്റെ ജൈത്രയാത്രയെക്കുറിച്ച് സങ്കീർത്തനം 68 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോവട്ടെ. ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന ശത്രുക്കൾ അനേകമാണ്. പിശാച്, വ്യക്തികൾ, സാഹചര്യങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, നിരാശ, ഡിപ്രഷൻ, നിങ്ങളുടെ കോംപ്ലക്സുകൾ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. ദൈവം എഴുന്നള്ളുമ്പോൾ അവിടുത്തെ കൺമുമ്പിൽ നിന്ന് ദൈവജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന ശത്രുക്കളെല്ലാം മാറി നിൽക്കട്ടെ. 2 കരങ്ങളും ഉയർത്തി ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിലൂടെ ഈശോയുടെ സാന്നിധ്യം ഇറങ്ങി വരിക. സ്തുതിക്കുക. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.